RBIയുടെ ലക്ഷ്യം രൂപയെ അസ്ഥിരമാകാതിരിക്കാൻ നോക്കുക എന്നതാണ്. വലിയ ഫോറിൻ കറൻസി റിസർവ് ഉണ്ട് ഇന്ത്യക്ക്. അത് കാലങ്ങളായി നമ്മൾ ഉണ്ടാക്കിയതാണ്. രൂപയുടെ മൂല്യമിടിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്നത് ഏത് രാജ്യത്തായാലും വിലക്കയറ്റമാണ്. നേരത്തെ പറഞ്ഞല്ലോ, രൂപ ദുർബലമാകുമ്പോൾ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വിഭവങ്ങളുടെയും വില കൂടും. അത് വേങ്ങരയിലെ അബ്ദുള്ളയുടെ കടയിലെ നേന്ത്രപ്പഴത്തിനും, കുറ്റ്യാടിയിലെ ദാമോദരൻ്റെ മെഡിക്കൽ ഷോപ്പിലെ മരുന്നിനും, കാഞ്ഞിരപ്പള്ളിയിലെ കറിയാച്ചൻ്റെ കടയിൽ വിൽക്കുന്ന വളത്തിനും വില കൂടും. അപ്പോൾ റിസർവ് ബാങ്കിന് മുന്നിലുള്ള സ്വാഭാവിക വഴി റിപ്പോ റേറ്റ് അഥവാ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പലിശ നിരക്ക് കൂട്ടുക എന്നതാണ്. ഇത് വിപണിയിലെ പണത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കും. ഇതോടെ ആളുകളുടെ പേർച്ചേസ് പവർ കുറയും. സ്വാഭാവികമായും മാർക്കറ്റിലെ ഡിമാൻഡ് കുറയും. പക്ഷേ അത് സാധാരണക്കാരനെ ബാധിക്കുക പല വിധത്തിലാണ്. ഹോം ലോൺ, കാർ ലോൺ, ബിസിനസ് ലോൺ എന്നിവയുടെ എല്ലാം പലിശ വർദ്ധിക്കും. അപ്പോൾ ഗ്രോത്ത് കുറയും, തൊഴിൽ കുറയും, രാജ്യം മാന്ദ്യത്തിലാകും, പിരിച്ചുവിടലുകൾ ഉണ്ടാകും. അപ്പോൾ ആ വഴി ശരിയാകില്ല. രൂപയുടെ മൂല്യം കുറയുന്ന സാഹചര്യത്തിൽ RBI എക്സ്ട്രീംലി കെയർഫുള്ളായേ പറ്റൂ.